അഊദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്യൂസ്പോട്ടിലെ പഠനങ്ങൾ, വായനകൾ, ചിന്തകൾ? എക്സാമ്പിൾസിനെ പരസ്പരം തുല്യപ്പെടുത്തി നോക്കുന്ന നമ്മളുടെ അംസാലുകളെക്കുറിച്ച്, എക്സാമ്പിൾസിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. എക്സാമാണ് വരാൻ പോകുന്നത്, റമളാൻ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വിശുദ്ധ റമളാനിലെ നമ്മളുടെ പഠനങ്ങളിൽ ക്യൂസ്പോട്ടിൽ നിങ്ങൾ പഠിച്ച വിവരങ്ങൾ വീണ്ടും ഒന്ന് പഠിക്കുവാനും ചിന്തിക്കുവാനുമുള്ള സമയം പ്രത്യേകമായി കാണണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കഥ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരിക്കൽ ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ, അങ്ങേയറ്റം ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് കഷ്ടിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒന്നും ഇല്ലാത്തവണ്ണം ദരിദ്രനായ ഒരു മനുഷ്യൻ. അദ്ദേഹം അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന സമയത്ത് ഒടുവിൽ സഹികെട്ട് ആ മനുഷ്യൻ ഒരു മലമുകളിൽ പോയിട്ട് വനദേവതയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വനദേവതയോട് പ്രാർത്ഥിക്കുകയാണ്, ദേവി എനിക്ക് ഭക്ഷണം തരണേ, അല്ലെങ്കിൽ എനിക്ക് വെള്ളം തരണേ, എനിക്ക് ലോട്ടറി അടിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കുന്നത് ലോട്ടറി അടിക്കണേ, അങ്ങനെ എനിക്ക് എൻ്റെ എല്ലാ കടവും നീക്കാൻ സാധിക്കണം, എനിക്ക് അങ്ങനെ നല്ല ഭക്ഷണവും വസ്ത്രമൊക്കെ ആയിട്ട് സമ്പന്നനായി ജീവിക്കാൻ സാധിക്കണം, പെട്ടെന്ന് പണക്കാരനാകാനുള്ള മാർഗ്ഗമാണല്ലോ, എനിക്ക് ലോട്ടറി അടിക്കണേ ദേവി എന്ന് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ കുറേ പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം വന്ന് പ്രാർത്ഥിച്ചു. മലമുകളിൽ ഇങ്ങനെ ആ വെയിലൊക്കെ കൊണ്ടിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം വനദേവത പ്രത്യക്ഷപ്പെട്ടു. വനദേവതയാണെങ്കിൽ നല്ല ദേഷ്യം പിടിച്ചിട്ടാണുള്ളത്, നല്ല ദേഷ്യത്തിലാണുള്ളത്. അങ്ങനെ വനദേവത ആ മനുഷ്യനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നു. ചോദിക്കുന്നത് എന്തിനാണ് ദേവി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, പിന്നെ ഒരു ലോട്ടറി എടുത്തിട്ട് വേണ്ടേ നീ ലോട്ടറി അടിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ? നിനക്ക് ലോട്ടറി അടിക്കണം, അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യണം, നിനക്ക് അങ്ങനെ ലോട്ടറി അടിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് നീ ലോട്ടറി എടുത്തിട്ട് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോട്ടറി എടുത്താലാണല്ലോ ലോട്ടറി അടിക്കുക അല്ലേ? ലോട്ടറി ഹറാമാണ്, നമ്മളുടെ വിഷയം അതല്ല. പക്ഷെ കഥയിൽ ആ മനുഷ്യൻ ദേവിയോട് പ്രാർത്ഥിക്കുന്ന ലോട്ടറി എടുക്കണം എന്നാണ്. പക്ഷെ ലോട്ടറി എടുക്കാതെയാണ് ലോട്ടറി എനിക്കടിക്കണേ, ഫസ്റ്റ് പ്രൈസ് എനിക്കടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നമ്മൾ എന്താ പറയുക? വിഡ്ഢി എന്ന് പറയല്ലേ? എന്താ ഇത്രമാത്രം ബുദ്ധിയില്ലേ എന്ന് പറയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വിഡ്ഢികളായ ഒരു കൂട്ടർ മനുഷ്യരെ കുറിച്ച്, ശരിക്കും ഫൂളിഷ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന മനുഷ്യരെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ വേറൊരു ഉപമ ചോദിക്കാം. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വെള്ളം കുടിക്കാൻ വേണ്ടി കൈ എന്താണ് വെള്ളത്തിലേക്ക് നീട്ടുകയാണ്, തൻ്റെ കൈപ്പടം വെള്ളത്തിലേക്ക് നീട്ടി വെക്കുകയാണ്. പക്ഷെ വെള്ളം കോരുന്നില്ല, വെള്ളം കോരി കുടിക്കുന്നുമില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടി പറയുകയാണ്, എന്ത്, വെള്ളം എൻ്റെ വായിലേക്ക് എത്തും, അങ്ങനെ എൻ്റെ ദാഹം മാറുമെന്ന് വിചാരിച്ചിട്ട് നല്ല ദാഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ ദാഹം സഹിക്കാൻ കഴിയാണ്ട് മുമ്പിൽ കാണുന്ന അരുവിയിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്കോ കുളത്തിലേക്കോ അല്ലെങ്കിൽ മുമ്പിൽ കയ്യെത്തി എടുക്കാൻ പറ്റും വെള്ളം, പക്ഷെ ആ മനുഷ്യൻ എന്താണ്, കൈ ഇങ്ങനെ വെള്ളത്തിലേക്ക് നീട്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്ത്, ആ വെള്ളം തൻ്റെ വായിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ട്. ആ മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? നിങ്ങളെന്താ പറയുക ആ മനുഷ്യനെ കുറിച്ച് അല്ലേ? എന്താണ് ആ മനുഷ്യനെ അത്രമാത്രം ചിന്തിക്കാൻ ബോധമില്ല എന്ന് ചോദിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മുടെ വായിലേക്ക് എത്തണമെങ്കിൽ, നമ്മുടെ ദാഹം മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കൈ വെള്ളത്തിലേക്ക് മുക്കി വെള്ളമെടുത്ത്, കൈക്കുമ്പിൽ വെള്ളമെടുത്ത് വായിലേക്ക് വെക്കണം. അങ്ങനെ വായിലേക്ക് എത്തുമ്പോഴാണ് വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുക, അപ്പോഴാണ് നമ്മുടെ ദാഹം മാറുക. അള്ളാഹു ഇങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 14-ാമത്തെ ആയത്തിലാണ് അള്ളാഹു ഇങ്ങനൊരു ഉപമ, ഇങ്ങനൊരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ പറയുന്നത്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി وما دعاء الكافرين إلا في ضلال. അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് സത്യധർമ്മം. അവനെ വെടിഞ്ഞ് ഇക്കൂട്ടർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കൊന്നും ഒരു ഉത്തരവും നൽകാനാവില്ല. ഇവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉദാഹരണം
ഒരാൾ വെള്ളത്തിലേക്ക് കൈനീട്ടി അതിനോട് തൻ്റെ വായിലേക്ക് എത്തുവാൻ അപേക്ഷിക്കുന്നത് പോലെയാകുന്നു. വെള്ളമാകട്ടെ അങ്ങോട്ട് എത്തുന്നതുമല്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥനകളും ഇപ്രകാരം ഉന്നം പിഴച്ചത് തന്നെയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇങ്ങനെ അങ്ങേയറ്റത്തെ ദാഹമുണ്ട്, വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വെള്ളത്തിലേക്ക് കൈനീട്ടി വെള്ളമേ നീ എൻ്റെ വായിലേക്ക് എത്തിയാലും എന്ന് അതിനോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വിഡ്ഢിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യരെ പോലെയാണ് അള്ളാഹുവിനെ കൂടാതെ മറ്റു പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഉദാഹരണം. കാരണം അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കൊന്നും ഉത്തരം നൽകാൻ സാധിക്കില്ല. അവർക്കൊന്നും ഈ മനുഷ്യൻ്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അവർക്കൊന്നും ഈ മനുഷ്യൻ്റെ രോഗം ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഈ മനുഷ്യൻ്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കില്ല. ഈ മനുഷ്യൻ്റെ സങ്കടം മാറ്റാൻ സാധിക്കില്ല. ഇങ്ങനെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ വിഡ്ഢിത്തരമാണ് ചെയ്യുന്നത്. അവർ യഥാർത്ഥത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനെ ആയിരുന്നു. അപ്പോഴാണ് അള്ളാഹു അവർക്ക് മറുപടി നൽകുക. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റുക, സങ്കടം മാറ്റുക, രോഗം മാറ്റുക. അള്ളാഹു അവർക്ക് സന്താനം നൽകുക, അല്ലേ? അള്ളാഹു അവർക്ക് വീട് നൽകുക. അള്ളാഹു അവർക്ക് ദാരിദ്ര്യം മാറ്റി കൊടുക്കുക. അള്ളാഹുവിനോടാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ കല്ലിനോടോ വിഗ്രഹങ്ങളോടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചില മനുഷ്യരെ, മുസ്ലിം സമുദായത്തിലെ ചില മനുഷ്യരെ കാണാറുണ്ട്. എങ്ങനെയുള്ളവരാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മറ്റു പലരെയുമാണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ട് അവർ അള്ളാഹുവിനോട് പറയും. ഇടയിൽ ചില ആളുകളെ നിർത്തും. ഏതുപോലെ വെള്ളമുണ്ട് അടുത്ത്, പക്ഷെ വെള്ളത്തിലേക്ക് കൈ നീട്ടാണ്ട് നമ്മളിങ്ങനെ വെള്ളം എടുക്കാതെ അത് വായിലേക്ക് കൊണ്ടുപോവാതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. പക്ഷെ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലേക്ക് കൈനീട്ടി വെള്ളമേ നീ ഒന്ന് വായിലേക്ക് പോയാലും എന്ന് പറയുന്ന മനുഷ്യരെ പോലെയാണ്. അത് നമുക്ക് രസകരമായി തോന്നും. ചിലപ്പോൾ എത്രമാത്രം പരിഹാസ്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് നമുക്ക് വിശദീകരിച്ച് തരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ചില മനുഷ്യരിങ്ങനെയാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ നേരിട്ട് ചോദിക്കാം, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ടാണല്ലോ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ. നോമ്പിനെ കുറിച്ചൊക്കെ പറയുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ, പ്രവാചകരെ താങ്കളോട് അള്ളാഹുവിനെ കുറിച്ച്, എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ അവരോട് മറുപടി പറയണം. വിളിക്കുന്നവൻ്റെ വിളിക്കുത്തരം ഞാൻ നൽകും. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, വിളിക്കുന്നവൻ്റെ വിളിക്കുത്തരം ആ വിളിച്ച സമയത്ത് തന്നെ ഞാൻ നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്ന് പറഞ്ഞാൽ വേറൊരിടത്ത് റബ്ബ് പറയുന്നുണ്ട്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നമ്മളുടെ ശരീരത്തോട് അല്ലെങ്കിൽ വായയോട്, ഇവിടെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക, പറയുക, ചോദിക്കുക, തേടുക, അതിനോട് ഏറ്റവും അടുത്താണ് ഈ കണ്ടനാളിയുള്ളത്. അപ്പോൾ ഇതിനേക്കാളും ഞാൻ എൻ്റെ അടിമയോട് അടുത്തിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകും. അപ്പം നമുക്ക് എന്തെങ്കിലും അതിനിടയിൽ ഒരാൾ ആവശ്യമില്ല. അള്ളാഹിനോട് എങ്ങനെയാണ് ചോദിക്കുക? അള്ളാഹു വലിയവനല്ലേ എന്ന് പറഞ്ഞിട്ട് റബ്ബിനെ നമ്മൾ മാറ്റി നിർത്തുക. എന്നിട്ട് അതിന് പകരം മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലേ? മറ്റു പലരെയും ആപത്ത് ഘട്ടത്തിൽ ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ വേറെ ആളുകളുടെ പേര് വിളിക്കുന്നവരെ നമ്മൾ കണ്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നും. ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ, കുട്ടിക്ക് വല്ല അപകടവും പറ്റിയാൽ, ഒരു ദുരന്ത വാർത്ത കേട്ടാൽ ആരെയാണ് നമ്മൾ ആദ്യം വിളിക്കാറുള്ളത്? ആരോടാണ് നമ്മൾ സകലതും കരഞ്ഞ് പറയാറുള്ളത്? ആരോടാണ് നമ്മൾ സങ്കടത്തോടുകൂടി നമ്മളുടെ എല്ലാ പരാതികളും സങ്കടങ്ങളും പറയാറുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ഒരു മറയുമില്ലാതെ, നമുക്ക് അള്ളാഹുവിനിടയിൽ എന്തില്ല, ഒരു മതിലുമില്ല, ഒന്നുമില്ല, ഒരു തടസ്സമില്ല, അള്ളാഹുവിനോട് അകന്നൊന്ത് പറയുവാൻ, പ്രാർത്ഥിക്കുവാൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥ സത്യം എന്ന് അള്ളാഹു പറയാണ്. യദൂന എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലെ വാക്കർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ദഅ യദൂന എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കുക, പ്രാർത്ഥിക്കുക, ദുആ, അല്ലേ? പ്രാർത്ഥന. മിൻ ദൂനിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ അവനെ കൂടാതെ. യസ്തജീബൂന എന്ന് പറഞ്ഞാൽ എന്താ? അജാബ യുജീബു എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരം നൽകി എന്നാണ്. യസ്തജീബൂന ലഹു. ലാ യസ്തജീബൂന എന്ന് പറഞ്ഞാൽ
അവർക്ക് ഉത്തരം ലഭിക്കുകയില്ല, അവർക്കൊരു റിപ്ലൈയും കിട്ടുകയില്ല, അവർക്കൊരു മറുപടിയും കിട്ടൂല. കാരണം അവർ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ വിഗ്രഹത്തിനോടോ മരിച്ചുപോയവരോടോ ഖബറിൽ കിടക്കുന്നവരോടോ ഒക്കെയാണ്. അപ്പോൾ അവർക്കൊരു ഉത്തരം, മരിച്ചുപോയി, അവർ ആ മനുഷ്യർ മരിച്ചുപോയി, അവർ നല്ല മനുഷ്യരായിരുന്നു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിരുന്നു, പക്ഷേ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോട് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് പറയാം അള്ളാഹുവിനോട്, അല്ലേ, അള്ളാഹു അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, അതിൻ്റെ ആവശ്യമില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് കൃത്യമായിട്ടൊരു ഉദാഹരണവും പടച്ചോൻ നമുക്ക് പറഞ്ഞു തരാണ്. ബല എന്ന് പറഞ്ഞാൽ എത്തുക എന്നാണ് അർത്ഥം. മാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വെള്ളം. ബല എന്ന് പറഞ്ഞാൽ എത്തുക. ഫ എന്ന് പറഞ്ഞാൽ വായ, ഫമുൻ, അല്ലേ, വായ. കഫ് എന്ന് പറഞ്ഞാൽ കൈപ്പത്തി. എത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ എന്ന് പറയാം, കഫ് എന്ന് പറഞ്ഞാൽ കൈപ്പത്തി. ബസ്വത്ത, ബസ്വത്വ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീട്ടുക, നിവർത്തുക എന്നതൊക്കെയാണ് അർത്ഥം. ബാസിത്ത് കഫൈഹി എന്ന് പറഞ്ഞാൽ കൈ നിവർത്തുക. അവൻ്റെ വായിലേക്ക് എന്തില്ല, ആ വെള്ളം എത്തുകയില്ല. അമാദു ആ ഉൽ കാഫിരീന, കാഫിരീങ്ങളുടെ സത്യനിഷേധികളുടെ പ്രാർത്ഥന ഇല്ലാ ഫി ളലാൽ, അത് വഴിവിട്ടതാണ് അല്ലെങ്കിൽ വഴിപിഴച്ചതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവർ നേർമാർഗം ഉദ്ദേശിക്കുന്നില്ല, അത് ശരിയായ കറക്റ്റ് റൂട്ടിലല്ല അവരുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ, എനിക്ക് മലപ്പുറത്തേക്ക് പോകണം, പക്ഷേ ഞാൻ കണ്ണൂർ ബസ് കയറിയിട്ട് പറയാണ് എനിക്ക് മലപ്പുറത്തേക്കാണ് എത്തേണ്ടത്. മലപ്പുറത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ മലപ്പുറം ബസ്സിൽ കയറണം, കണ്ണൂർ ബസ്സിൽ കയറിയിട്ട് കാര്യമുണ്ടാവും? ഇല്ല. എനിക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ സ്കൂളിലും പോകുന്നില്ല, വേറെ എന്തോ ടെക്നോളജി വെച്ച് ഞാൻ പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എന്താണ് നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി നല്ല സുഖത്തിൽ എനിക്ക് എത്തണേ. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ബുക്ക് വാങ്ങുന്നില്ല, പഠിക്കുന്നില്ല, എഴുതുന്നില്ല, അല്ലേ? അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നില്ല എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് പറ്റുക? അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, അവർക്കാണ് ഉത്തരം ലഭിക്കുക. നമ്മൾ തെറ്റ് ചെയ്യുകയും എന്നിട്ട് എനിക്ക് ഉത്തരം ലഭിക്കും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിഡ്ഢിത്തരമാണ്. ഉത്തരം നൽകാൻ സാധിക്കാത്തവരെ അവർക്ക് പറ്റില്ല, അത് പോസിബിൾ അല്ല, അത് ഇമ്പോസിബിൾ ആണ്, അല്ലേ? മരിച്ചവർ മരിച്ചുപോയി, മറ്റേത് വിഗ്രഹങ്ങളാണ്, എങ്കിൽ നമുക്കത് സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിങ്കിലേക്കാണ് നിങ്ങളുടെ എല്ലാ സങ്കടവും വിഷമങ്ങളും സ്വപ്നങ്ങളും അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും കരയുവാനും, റബ്ബിനോട് പറഞ്ഞ് ചിരിക്കുവാനും കരയുവാനും. അതുകൊണ്ടാണ് ഖുർആനൊക്കെ വായിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്നുണ്ട്, ഖുർആൻ വായിക്കുമ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് കരഞ്ഞും പറഞ്ഞും, പടച്ചവനാണ് എന്നോട് വർത്തമാനം പറയുന്നത്, അത് സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ, നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ, സ്വർഗ വിവരണം കേട്ടുമ്പോൾ അള്ളാഹുവേ അല്ലാഹുമ്മ ഉദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുന്ന, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ റബ്ബിനോട് പറഞ്ഞും പരിഭവിച്ചും വേദനിച്ചും സങ്കടപ്പെട്ടും പരാതി പറഞ്ഞും സന്തോഷിച്ചും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അടിമയാവാൻ സാധിക്കുക സത്യവിശ്വാസികൾക്കാണ്. അതുകൊണ്ട് സത്യനിഷേധികളുടെ പ്രാർത്ഥന എന്തല്ല, ഒരിക്കലും അത് അസ്ഥാനത്താണ്. അവർ എന്താണ് കറക്റ്റ് റൂട്ടിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനക്ക് ഫലം ചെയ്യുകയില്ല. അവസാനമായിട്ട് എനിക്ക് എൻ്റെ പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇതിന് ശേഷമുള്ള കുറച്ച് ആയത്തുകളുണ്ട്. അതിൽ അള്ളാഹു പറയുന്നത്, ഭൂമി ലോകത്തെ സകല വസ്തുക്കളും അള്ളാഹുവിനോട് സുജൂദ് ചെയ്യുന്നവരാണ്. എന്നിട്ട് പറയുന്നുണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ ഭൂമിയിലെ ചില വസ്തുക്കളുടെ നിഴലുകൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന് കീഴ്വണങ്ങിക്കൊണ്ടിരിക്കുന്നു, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന പ്രകൃതിയെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക, അതിൻ്റെ അടയാളം എന്തൊക്കെയാണ്, അതൊക്കെ വായിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നല്ല മക്കളായിട്ട്, നല്ല വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറട്ടെ. അള്ളാഹു നമ്മെ അതിനെ അനുഗ്രഹിക്കട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.